സ്നേഹമുണ്ടല്ലേ, സ്നേഹം. അത് പോയാല് ഒരു വഴിയും കാണത്തില്ല. ഇത് ആക്ടിങ് തന്നല്ല, ഇതാണ് നടികർ എന്ന് പറയുന്നത്. പിന്നെ കോമഡി. അളിയടേ നീഞ്ഞിട്ട് വാ, ഇത് എന്തരടേ മച്ചാനെ, പൊളിയല്ലേടേ. ഇതൊക്കെ തന്നെയാണ് ഈ സിനിമ. ഇതിൽ കൂടുതലൊന്നുമില്ല, ഇത്ര തന്നെയാണ്. കൊള്ളാം കേട്ടോ. ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ്. എക്സ്പെക്ടേഷൻ ഇല്ല ഇല്ല, എൻ്റെ എക്സ്പെക്ടേഷൻ ഞാൻ ട്രെയിലർ കണ്ടിടത്തോളം ടീസറൊക്കെ ഉണ്ടായിരുന്നു. ടീസറൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഒരു ഇടിപ്പടം അല്ലെങ്കിൽ ഒരു നമ്മൾ ആ ഒരു ട്രെയിലർ കാണിച്ച പോലെ അങ്ങനത്തെ ഒരു വൈബല്ലായിരുന്നു പടം. തിയേറ്റർ ആകപ്പാടെ സൈലൻ്റ് ആയിരുന്നു. വലിയ ഇപ്പം സാധാരണ ഇപ്പം നായകനെയും ക്യാരക്ടേഴ്സ് എന്തെങ്കിലും കാണിക്കുമ്പോൾ ജസ്റ്റ് തിയേറ്ററിൽ ഒരു ഒച്ചയും ബഹളം ഉണ്ടാവില്ല. ഇത് വലിയ അനക്കമൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് കണ്ടിരിക്കുന്നത്. അത് തന്നെ ഒരു എനിക്ക് വലിയ റോളില്ല, ഒരു 10-15 മിനിറ്റ് എന്താ അഭിനയിച്ച്. മ്യൂസിക് കൊള്ളാം. പിന്നെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അതും നല്ല രീതിയിൽ. കോമഡി കുഴപ്പമില്ല. അത് തന്നെ എന്തോ ഒരു അങ്ങനെയല്ല വെച്ചാൽ ഞാൻ ലോക്കേഷ് അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ ഞാൻ തിയേറ്റർ എക്സ്പീരിയൻസിന് അതിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം. അത് തന്നെ, അല്ലാണ്ട് മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയത്തില്ല. കാരണം അങ്ങനത്തെ ഒരു പടമാണ്, വലിയൊരു കുഴപ്പമില്ല. അത് തന്നെ ഒരു എബോ ആവറേജേ പറയത്തുള്ളൂ. അതെ അതെ, നല്ല പടമായിരുന്നു. അടിപൊളി, നല്ല വേറെ ഏതായിട്ട് അത്ര ഇതായിട്ട് പറയാനില്ല, എങ്കിലും നല്ല ഒരു എന്റർടൈൻമെന്റ്. സലീം കുമാറിന്റെ മോനുണ്ട്, കോമഡി ഉണ്ട്, പടം കോമഡി ഉണ്ട്, ആവറേജ് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് പടം കുറച്ചുകൂടെ കയറി വന്നിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് ഒരു വേറൊരു ലെവല് പടം. അതായത് ഈ സിനിമയുടെ പേരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നടികർ എന്ന് വെച്ചാൽ എന്താണ് സംഭവം, അത് ഞാനിവിടെ കാണിക്കാൻ പോവുകയാണ്. നടികർ ഈ സിനിമയുടെ ഒരു സംഭവം കാണിക്കാൻ പോകും. അത്രയ്ക്കൊന്നും കൊള്ളാം കൊള്ളാം, ശരിക്കും ഒരുപാട്. നമ്മൾ ട്രെയിലറിൽ കണ്ടില്ല, ആ കഥ തന്നെയാണ്. അതായത് ഒരു സൂപ്പർ സ്റ്റാറിന്റെ ജീവിതം, അത് ഇത് തന്നെ. ഫ്ലാഷ് ബാക്ക് അല്ല, നമ്മൾ സിനിമയിൽ ട്രെയിലർ എന്താണ് അവർ കാണിച്ചിട്ടുണ്ട്, അത് നല്ല രീതിയിൽ കൊള്ളാം. ടോബി നല്ല രീതിയിൽ, സുരേഷ് കൃഷ്ണനെ കാണിക്കും. കൊള്ളാം കൊള്ളാം, നല്ല ഒരുപാട് ചിരിക്കാണ്. കുഴപ്പമില്ല. അതുപോലെ തന്നെ ടോവിനോയുടെ നല്ല ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ടോവിനോ ലുക്ക് ആൻഡ് ഫീൽ ഒക്കെ നന്നായിട്ടുണ്ട്. ഭയങ്കര ലേറ്റസ്റ്റ് ട്രെൻഡി ആയിട്ടൊക്കെ ടോവിനോ നന്നായിട്ടുണ്ട്. പക്ഷെ പടത്തിന്റെ ഡയറക്ഷനും സ്ക്രിപ്റ്റും അമ്പേ പാളിയിട്ടുണ്ട്. ജിൻ പോളിന്റെ തീരെ ആ ഒരു ലെവലിൽ, അത് സിനിമയ്ക്കുള്ള സിനിമ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഇതിൽ എല്ലാം ക്രിഞ്ച്, ക്ലീശ്, സാധാ സാധനം, ഒന്നുമില്ല ഡ്രാമ. ഇതിന് ആളുകൾക്കൊന്ന് ചിരിക്കുന്ന കണ്ടന്റ് ഭയങ്കര ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷെ കുറച്ച് സീക്വൻസിൽ സുരേഷ് കൃഷ്ണ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ചന്തു സലിംകുമാറിന്റെ സീക്വൻസിൽ എല്ലാം നന്നായിട്ടുണ്ട്. ആ ഏരിയ ഭാവനയുടെ പ്രൊപ്പോർഷൻ ബിലോ പാർ എന്ന് പറയുന്നുണ്ട്. കാരണം സാധാരണ നമ്മൾ ഭാവനയെ കണ്ടിട്ടുള്ള പഴയ ഭാവനയൊന്നും അതിനുള്ള ഒരു റോൾ കൊടുത്തിട്ടില്ല എന്ന് പറയേണ്ടി വരും. ടോവിനോയുടെ ആക്ടിംഗ് ഒക്കെ നല്ലതാണ്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റും ഡയറക്ഷനും വളരെ വീക്കായി പോയി. അപ്പോൾ മൊത്തത്തിൽ പറയാൻ നേരത്തെ ഒരു ബിലോ ആവറേജ് പടമായിട്ടേ നിൽക്കുന്നുള്ളൂ. മ്യൂസിക്കും കുഴപ്പമില്ല, കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കുഴപ്പമില്ല. എടുത്തേക്കുന്ന വിഷ്വൽസ് ഒക്കെ നല്ലതാണ്. കാരണം ടോവിനോയുടെ എന്താണ് ബോഡി ആയാലും ടൊവിനോയുടെ ലുക്കും അതൊക്കെ ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ടീസർ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ടീസർ ഈസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയേണ്ടി വരും. കാരണം ടീസർ വെച്ച് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആവും ആളുകൾ. ബിലോ ആവറേജ് ആണ്, പക്ഷെ എന്നാലും ഒന്ന് തിയേറ്ററിൽ കാണാം. കാരണം തിയേറ്ററിലേ കാണാൻ പറ്റും. പിന്നെ ഒരു OTT-യിലൊക്കെ കാണാൻ ആളുകൾക്ക് ഇരുന്ന് മൊത്തം കാണില്ല. ആ ഒരു വിഷയമാണ്. ക്ലൈമാക്സ് ഒക്കെ എൻഗേജിങ് അല്ല, ഒട്ടും നമ്മൾ പിടിച്ചിരുന്നില്ല. നമ്മൾ എടിച്ചു പോവാതെ എങ്ങനെയെങ്കിലും ഇരുന്ന് കണ്ടു എന്നുള്ളൊരു അവസ്ഥയാണ്. അതാണ്. എന്നാലും വന്ന് കാണാം, കുഴപ്പമില്ല. ടോവിനോനെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു നല്ല ഭംഗിയുണ്ട് പുള്ളിയുടെ. പരീക്ഷണ ചിത്രം എന്നുള്ള രീതിയിൽ. പക്ഷെ ക്ലീശയാണ്, അതിൽ പരീക്ഷണമൊന്നും പറയാനില്ല, പുതുമയൊന്നും ഇല്ല. അതാണ് അതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. കുഴപ്പമില്ല, ഒന്ന് വന്ന് തിയേറ്ററിൽ കാണാം. ശരി.